നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ എന്ത് കർമ്മയാണ് അവർ നേരിടാനായിട്ട് പോകുന്നത് എന്നുള്ളതുമാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 9 of Swords, the Chariot, 3 of Pentacles, 6 of Swords, 7 of Cups, Sun കാർഡ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ്, 4 of Wands, 8 of Swords, Queen of Cups, King of Swords, Wheel of Fortune എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെ ദ്രോഹിച്ച, നിങ്ങൾക്ക് വളരെയധികം വേദനകൾ നൽകിയ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണെന്ന് പറയാം. തുടക്കത്തിൽ നിങ്ങളുടെ സ്നേഹവും വിശ്വാസവുമൊക്കെ ഒരേപോലെ നേടിയെടുക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ പിന്നീട് 2 വള്ളത്തിൽ കാല് വയ്ക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങളോടൊപ്പം നിൽക്കുകയും എന്നാൽ അവരുടെ സന്തോഷവും സമാധാനവുമൊക്കെ അവർ കണ്ടെത്തിയിരുന്നത് മറ്റ് എവിടെ നിന്നൊക്കെയോ ആയിരുന്നു. നിങ്ങൾ അവർക്ക് നൽകിയ ആത്മാർത്ഥമായ സ്നേഹത്തിന് പകരമായിട്ട് അവർ നിങ്ങൾക്ക് സമ്മാനിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലാത്ത രാത്രികളുമായിരുന്നു. അവർ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയവും ആശങ്കയുമൊക്കെ നിറയ്ക്കാനായിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. കാരണം നിങ്ങൾ മാനസികമായിട്ട് അത്രമാത്രം തളരണം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ അതിലൊന്നും തളർന്നു പോവാതെ നിങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ അവരിൽ വളരെയധികം അത്ഭുതം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ആ ഒരു വ്യക്തിയിൽ വളരെയധികം അഹങ്കാരം നിലനിന്നിരുന്നു. അതായത് അവർ വലിയൊരു വിജയമാണെന്നും നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാമെന്നുമൊക്കെ ഉള്ള വലിയൊരു അഹങ്കാരം ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മറ്റുള്ളവരുടെ സഹായത്തോടെ നിങ്ങളെ ഒറ്റപ്പെടുത്താനും സമൂഹത്തിന് മുന്നിൽ നിങ്ങളെ മോശക്കാരാക്കാനുമൊക്കെ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിനായിട്ടൊക്കെ അവർ പല കൂട്ടുകെട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നത് പോലെ അവർ വിശ്വസിച്ച കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ അവർ കൂടെ കൂട്ടിയ ആളുകളിൽ നിന്നുമൊക്കെ തന്നെ അവർക്കിപ്പോൾ വലിയ തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആ വ്യക്തി നിങ്ങൾക്ക് തന്ന വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുമൊക്കെ പതുക്കെ നിങ്ങൾ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ വേദനകളെയൊക്കെ ഉപേക്ഷിച്ച് സമാധാനം തരുന്ന പുതിയ കാര്യങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ട് എത്തിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ ദ്രോഹിച്ച് തനിച്ചാക്കിപ്പോയ ആ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നത് വളരെ മോശം നാളുകളാണ്. അവർ ചെയ്ത തെറ്റുകളിൽ നിന്നും ഒരിക്കലും അവർക്ക് ഒളിച്ചോടാനായിട്ട് കഴിയില്ല. ഇവിടെ ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ ഒട്ടും ശാന്തമല്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് മോഹങ്ങളും അത്യാഗ്രഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അവർ പല വഴികളിലൂടെയും സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം വെറും മിഥ്യാധാരണകൾ മാത്രമായിരുന്നു എന്ന് ഇനി അവർ തിരിച്ചറിയും. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് വലിയൊരു വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ തുടക്കമാണെന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷവും വെളിച്ചവും നിറഞ്ഞ പുതിയൊരു ജീവിതം കാണുമ്പോൾ അവരുടെ അഹങ്കാരത്തിന് വലിയൊരു മുറിവാണ് ഏൽക്കാനായിട്ട് പോകുന്നത്. അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നതാണ്.
പ്രപഞ്ചം അവർക്ക് നൽകാനായിട്ട് പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നതും അതുതന്നെയാണ്. അവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുകയും മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുകയുമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഏകാന്തത അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ അവരെ കൂടുതൽ മാനസികമായിട്ട് തളർത്തിക്കളയും എന്നുള്ളതാണ്. ആ ഒരു ഒറ്റപ്പെടലിൽ അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് തെറ്റായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുന്നതാണ്. അതവർക്ക് പ്രപഞ്ചം നൽകുന്ന വലിയൊരു തിരിച്ചറിവാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു ആശയക്കുഴപ്പം നടക്കുകയാണ്. അതായത് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ മൊത്തത്തിൽ ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത്. അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയൊക്കെ ഭാരം അവരെ ഓരോ നിമിഷവും ശ്വാസം മുട്ടിക്കുകയാണ്. ഇവിടെ അവർ നിങ്ങൾക്ക് നേരെ പ്രയോഗിച്ച തന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നിയമപരമായോ സാമ്പത്തികമായോ ഒക്കെ വലിയൊരു തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാഗ്യചക്രം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചവർ താഴേക്ക് പോവുകയും വേദനകൾ സഹിച്ച നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന വലിയൊരു മാറ്റമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അവർ നിങ്ങളെ ചതിച്ച വഴിയിലൂടെ തന്നെ അവർക്കും വലിയൊരു വഞ്ചന നേരിടേണ്ടി വരും. ആരെയാണോ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് അവരിൽ നിന്ന് തന്നെയായിരിക്കും ആ ഒരു തിരിച്ചടി അവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. നിങ്ങൾ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണീരിനും പ്രപഞ്ചം കൃത്യമായ കണക്ക് അവരോട് ചോദിക്കുന്നതാണ്. അവർക്ക് അവരുടെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്ന നാളുകൾ അധികം ദൂരത്തിലല്ല. ഇവിടെ പദവിയുടെയും പണത്തിൻ്റെയും ഒക്കെ അഹങ്കാരത്തിലായിരിക്കാം ഒരുപക്ഷെ അവർ നിങ്ങളെ ചെറുതായിട്ട് കണ്ടിരുന്നത്. എന്നാൽ ആ ഒരു അടിത്തറയാണ് ഇനി അവർക്ക് ഇളകാനായിട്ട് പോകുന്നത്. ആ ഒരു അടിത്തറ ഇളകുന്നതോടെ അവർ പൂർണ്ണമായിട്ടും നിസ്സഹായരായിട്ട് മാറുന്നതാണ്. ഇവിടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ രൂപത്തിലായിരിക്കും. അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത സ്വാർത്ഥരായിട്ടുള്ള ആളുകൾ അവർക്ക് ചുറ്റും ഉണ്ടാവുന്നതാണ്. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ഭയവും അനാവശ്യ ചിന്തകളും അവരെ വേട്ടയാടുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു പുതിയ വെളിച്ചം ഉദിച്ചുയരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ വിജയങ്ങളും സമാധാനവും നിങ്ങളെ തേടി എത്തുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങളെ ദ്രോഹിച്ച വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ജീവിതത്തിലേക്ക് വരുന്ന അവസരങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ നന്ദിയോടെ സ്വീകരിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.